ആദ്യം എന്താണ് വാല്യൂ ചെയിൻ അനാലിസിസ്? വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസ് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒന്ന്, നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാക്കുമ്പോൾ അതിന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ കസ്റ്റമറിന് കൂടുതൽ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വാട്ടർ ബോട്ടിൽ, ഓക്കെ, ഇത് നമ്മുടെ നോർമൽ വാട്ടർ ബോട്ടിൽ, നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിലിൽ ഓരോ പാർട്ട് ഇവർ പുതിയതായി ആഡ് ചെയ്യുമ്പോഴും ഇറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. ചിലപ്പോൾ ഇത് സാധാ പ്ലാസ്റ്റിക് മാത്രമാണ്, ചിലപ്പോൾ ഇത് ഉണ്ടാക്കാൻ 10 രൂപയായിരിക്കും ചിലവ്. അതിന് മേളിൽ ഇവിടുത്തെ ഇങ്ങനെ സ്റ്റീൽ പോലത്തെ ഈ ഒരു സാധനം വെക്കുന്നതിന് അനന്തര 10 രൂപയാവും. ഈ വള്ളി പോലത്തെ സാധനത്തിന് അനന്തര 10 രൂപയാവും അല്ലേ? അപ്പോൾ ഇത് ഈ വള്ളി ഇവിടെ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടോ? ആസ് എ കസ്റ്റമർ എനിക്കിത് ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട് ഉപയോഗമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉപയോഗമില്ല എങ്കിൽ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ അല്ലേ? ഇപ്പം ഞാൻ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ കുപ്പിയൊക്കെ ഇങ്ങനെ പിടിച്ച് ഫുൾ എനർജിയോടെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാ അടിയും ചവിട്ടും തൊഴിയും കിട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വള്ളിയിൽ വെള്ളം ഒന്നാമത് അപ്പോഴത്തെ കാണത്തില്ല, തീർന്നു പോയിട്ടുണ്ടാവും. നമ്മൾ ദാഹിച്ച് വലഞ്ഞ് പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് വലിയ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതേ യൂസ്ഫുൾ ആണ്. ഇനി ഞാനൊരു KSRTC ബസ്സിലാണ് പോകുന്നത്, എനിക്ക് അപ്പോഴും ഈ വള്ളി യൂസ്ഫുള്ളാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കുഞ്ഞുനാളെ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കഴുത്തെ കൂടി ഇടുന്ന വാട്ടർ ബോട്ടിലിൻ്റെ വള്ളി ഉണ്ടായിരുന്നില്ലേ? ഒത്തിരി വലുത് നമ്മുടെ താഴെ കൂടി ഇങ്ങനെ ഇടാം. അത്രയും വലിയൊരു വള്ളി ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്താ? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ തലയെ കൂടി ഇട്ടുകൊണ്ട് നടക്കുവോ? നടക്കത്തില്ല. അപ്പൊ തലയിൽ കൂടി ഇടുന്ന അത്രയും വലിയ വള്ളി ഇവിടെ ഇടണമെങ്കിൽ വീണ്ടും ഒരു 10 രൂപ ആവത്തില്ലേ? അപ്പൊ അനാവശ്യമായിട്ടുള്ള ചെലവിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ആവശ്യമുള്ള വള്ളീനെ നമുക്ക് അവിടെ വെക്കാം. അപ്പോ ഇത് നോക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വാല്യൂ ചെയിൻ അനാലിസിസ്. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു സീരീസ് ഓഫ് ബിസിനസ് പ്രോസസ്സുകൾ, കുറേ ബിസിനസ് പ്രോസസ്സുകൾ ഉണ്ട്. അതിൽ കൂടി പോകുമ്പോൾ ആ ഓരോ പ്രോസസ്സും നമ്മുടെ പ്രോഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ? അതേപോലെ കാര്യം വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വള്ളിക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ കയ്യിൽ 5 രൂപയും കൂടെ കൂട്ടി മേടിച്ചിട്ടുള്ളത്. ആ 5 രൂപയും കൂടെ കൊടുക്കാൻ ഞാൻ വില്ലിങ് ആയിരിക്കണം. സോ ആ വാല്യൂ അവിടെ ആഡ് ചെയ്യുന്നുണ്ടോ? അതേപോലെ ഈ കുപ്പി മേടിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ആഹാ നല്ല കുപ്പി എന്ന് തോന്നണം. ഞാനിതിന് 50 രൂപ ചിലവാക്കിയെങ്കിൽ 50 രൂപയുടെ മുതലാ എൻ്റെ കുപ്പി എന്ന് എനിക്ക് തോന്നണം. അപ്പം അതാണ് എന്ത്? വാല്യൂ ചെയിൻ അനാലിസിസ്. ചില സാധനം മേടിച്ചിട്ട് നമുക്ക് തോന്നില്ല, പനച്ചവറ സാധനം, ഇത് എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചത്, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതെന്താ? നമുക്കവിടെ വാല്യൂ തരുന്നില്ല. സോ തരുന്നുണ്ടോ? അപ്പോൾ ഒന്ന്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന് വാല്യൂ ആഡ് ചെയ്യുക. അതായത് ഓരോ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോഴും ആ പ്രോഡക്റ്റിൻ്റെ എന്തേ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ആൻഡ് ദി എൻറ്റയർ കസ്റ്റമർ എക്സ്പീരിയൻസ്. ആഹാ അടിപൊളി കുപ്പി, എനിക്കിത് കാരണം എനിക്കിത് മേടിച്ച ശേഷം വളരെ സന്തോഷം. എൻ്റെ കസ്റ്റമർ, ഞാൻ ഇനിയും മിൽട്ടൻ്റെ കുപ്പി ഇനിയും ഞാൻ റെക്കമെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. രണ്ടെന്താ? കസ്റ്റമറിന് വാല്യൂ കിട്ടിയിട്ടുണ്ടോ? അതായത് ഇത് മേടിച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും കുപ്പിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. സോ വാല്യൂ ചെയിൻ അനാലിസിസ് എന്താ? സീരീസ് ഓഫ് ബിസിനസ് പ്രോസസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒന്ന്, കസ്റ്റമറിന്, പ്രോഡക്ട്സിന് അല്ലെങ്കിൽ സർവീസസിന് വാല്യൂ ആഡ് ചെയ്യാൻ. 2, കസ്റ്റമറിന് വാല്യൂ ആഡ് ചെയ്യാൻ. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. ഒന്ന്, കസ്റ്റമറിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. എനിക്ക് ഇത്രയും ബെരിച്ചലൊക്കെ കണ്ടിട്ടില്ലേ? ഇതിന് മണ്ടയിൽ ഒരു കപ്പ്, ഒരു ഫ്ലാസ്ക് പോലത്തെ സാധനമാണെങ്കിൽ മണ്ടയിൽ ഒരു കപ്പ്, നമുക്കപ്പോൾ അത് ഇങ്ങനെ ഊരി വെള്ളമായിട്ട് ഒഴിച്ച് കുടിക്കാം, ചായ കുടിക്കാം അല്ലേ? അപ്പോൾ അവിടെ എൻ്റെ കസ്റ്റമറുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. 2, എന്താ? ഞാൻ പറഞ്ഞില്ലേ, അനാവശ്യമായിട്ടുള്ള കോസ്റ്റാണ് വെട്ടിക്കളയാം. ഇവിടെ വലിയ വള്ളി ആർക്കെങ്കിലും വേണോ? ഇല്ല സ്കൂളിൽ പോകുമ്പോഴത്തെ പോലത്തെ വള്ളി ആർക്കെങ്കിലും വേണോ? വേണ്ട. അപ്പം അനാവശ്യമായിട്ടുള്ള കോസ്റ്റിനെ കട്ട് ചെയ്യാനും നമ്മളെ എന്ത് സഹായിക്കും? വാല്യൂ ചെയിൻ അനാലിസിസ് സഹായിക്കും. ഇനി ഈ വാല്യൂ ചെയിൻ അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ മൈക്കിൾ പോർട്ടർ ചേട്ടൻ എന്നൊരു ചേട്ടനുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറഞ്ഞു വാല്യൂ ചെയിൻ അനാലിസിസിൽ 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസും. 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, പ്രൈമറി ആൻഡ് സപ്പോർട്ട്. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ആദ്യം ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണേ. ആദ്യം നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കില്ലേ? അത് നമ്മളുടെ കമ്പനിയിലോട്ട് ഇങ്ങോട്ടല്ലേ വരുന്നത്? അതിനെ നമുക്ക് ഇൻബൗണ്ട് എന്ന് പറയാം. ഇൻബൗണ്ട് ഇങ്ങോട്ട്. ഇനി ഇതിനെ നമ്മൾ ഗുഡ്സ് ആയിട്ട്, റോ മെറ്റീരിയൽ അല്ലേ, അതിന് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യൂലേ? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നതെന്നറിയോ? ഓപ്പറേഷൻസ്. ഇനി കൺവേർട്ട് ചെയ്ത ഗുഡ്സിനെ കസ്റ്റമറിലോട്ട് എത്തിക്കണ്ടേ? അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഔട്ട് ബൗണ്ട്. ഇനി ഇത് കസ്റ്റമറിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ കച്ചവടം, നമ്മൾ സെയിൽസ് നടത്തണം, ആളുകൾക്ക് മാർക്കറ്റിംഗ് നടത്തണം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം.
അതും നമ്മൾ ചെയ്യണം. പിന്നെ വിറ്റ് കഴിഞ്ഞാൽ മാത്രം മതിയോ? അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം? സർവീസ് നമ്മൾ കൊടുക്കണം. എന്ന് പറയുമ്പോൾ അവർക്ക് റിപ്പയറും എന്തെങ്കിലും അങ്ങനെയുള്ള റിപ്പയർ മെയിൻ്റെനൻസ് ഇങ്ങനെയുള്ള സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഇതും വേണം. സോ ഇത്രയും സാധനങ്ങളെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ? ഇൻബൗണ്ട് ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇപ്പോൾ പ്രൈമറി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് പ്രോസസ്സസ് ദി ഓർഗനൈസേഷൻ പെർഫോമൻസ് ഇൻ ക്രിയേറ്റിംഗ്, മാർക്കറ്റിംഗ്, ഡെലിവറിംഗ് products and services to its customers and supporting the customers with service after the sale. ഞാനിപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ തന്നെ. ഇൻബൗണ്ട് ലോജിസ്റ്റിക് ഉണ്ടെങ്കിലേ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് മാർക്കറ്റിംഗ് ചെയ്യണം. അതേപോലെ കസ്റ്റമേഴ്സിലേക്ക് ആ സാധനത്തെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കണം. ഓക്കെ, കസ്റ്റമേഴ്സിന് അത് ഡെലിവറി ചെയ്ത് കൊടുക്കണം. എന്നിട്ടോ ഡെലിവറി ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ? അവിടെ നമ്മൾ എന്തും കൂടെ കൊടുക്കണം. ആഫ്റ്റർ സെയിൽ സർവീസസും കൂടി നമ്മൾ കൊടുക്കണം. അതൊക്കെയാണ് എന്തിൽ വരിക? പ്രൈമറി. ഇനി ഈ പ്രൈമറി ആക്ടിവിറ്റീസ് അവിടെ നടക്കണമെങ്കിൽ അവിടെ എന്തും കൂടി വേണം? സപ്പോർട്ട് ആക്ടിവിറ്റീസ്. മനുഷ്യന്മാർ വേണ്ടേ? ഇത് ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ചുറ്റുപാട് വേണ്ടേ? ഇത് ചെയ്യണമെങ്കിൽ IT വേണ്ടേ? ഇതൊക്കെ എന്തിൽ വരും? സപ്പോർട്ട് ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സാധനങ്ങളാണ് എന്ത്? സപ്പോർട്ട് ആക്ടിവിറ്റീസ്. അതിൽ എന്തൊക്കെ വരും? പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പർച്ചേസിങ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രൊക്യൂർമെന്റിലായിരുന്നു ജോലി എടുത്തുകൊണ്ടിരുന്നത് എന്ന്. അതാണ് പർച്ചേസിങ്. ഓക്കെ, പർച്ചേസിങ്. പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ പർച്ചേസിങ്ങിനെക്കാട്ടിൽ വളരെ ബ്രോഡാണ്. നമ്മൾ പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് നെഗോഷിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, അതർ ഇൻകം ജനറേറ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങളൊക്കെ കാണുന്ന ഈ പ്രൊമോഷൻസ് ഒക്കെ ഇല്ലേ, buy 1 get 1, buy 2 get 1, ഇതൊക്കെ നമ്മളാണ് സപ്ലയർ അടുത്ത് സംസാരിച്ച് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ഒരു പ്രോഡക്റ്റ്, ഏതൊക്കെ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി വിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പ്രൊക്യൂർമെന്റ് ടീമാണ്. അപ്പോൾ പ്രൊക്യൂർമെന്റ്. പിന്നെ വേറെ എന്താ? ടെക്നോളജി. പിന്നെന്താ? മനുഷ്യന്മാര്, ഹ്യൂമൻ റീസോഴ്സ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുപാടുകളെല്ലാം കേട്ടോ, അതിനെ വേണ്ടുന്ന എൻറ്റയർ ബാക്ക്ഗ്രൗണ്ട്, അതിനെയാണ് നമ്മളിവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ? ആദ്യം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? പ്രൈമറി ആക്ടിവിറ്റി. പ്രൈമറി ആക്ടിവിറ്റിയിൽ എന്തൊക്കെ പറഞ്ഞു? അത് എന്തൊക്കെയാണ് പഠിച്ചു വെച്ചേക്കണേ? ചോദിക്കും കേട്ടോ. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, സർവീസ്. ഇനി സപ്പോർട്ടിൽ എന്തൊക്കെയാ വരിക? ആലോചിച്ച് നോക്കിയാൽ മതി. മനുഷ്യന്മാർ, ഹ്യൂമൻ റിസോഴ്സ്, ടെക്നോളജി. പിന്നെ വേറെ എന്താ വരിക? ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ എന്താ വരിക? ഇത് മേടിക്കണം ആദ്യം അല്ലെ, പ്രൊക്യൂർമെന്റ്. ഈ 4 കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നല്ലൊരു സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂ കിട്ടിയതായിട്ട് തോന്നും. തോന്നിക്കഴിഞ്ഞാൽ അവര് കമ്പനി വിട്ടിട്ട് മിൽട്ടൺ, ഞാൻ എൻ്റെ കുപ്പി കളയോ? കളയില്ല, ഞാൻ ഈ കമ്പനിയിലെ കുപ്പി തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? വാങ്ങിക്കും. അതാണ് എന്ത്? കസ്റ്റമർ ലോയൽറ്റി. ഇനി അടുത്ത എന്താണ്? ബിസിനസ് കസ്റ്റമേഴ്സേ ലോയലാ, ഹാപ്പി കസ്റ്റമേഴ്സാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങനെയായിരിക്കും? പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ അവിടെ പ്രോഫിറ്റബിൾ ആവുമെന്ന് പറഞ്ഞാൽ എന്താ? കാര്യം ദ വാല്യൂ ക്രിയേറ്റഡ് എക്സീഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് എന്താണ്? നമുക്ക് ലാഭം ഉണ്ടായി 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 നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കസ്റ്റമേഴ്സിന് ഇപ്പൊ ഈ കുപ്പിക്ക് വേണ്ടിയിട്ട് സാധാ ഒരു കുപ്പി അവിടെ 100 രൂപയ്ക്ക് ഇരിക്കുക, പക്ഷെ എൻ്റെ മിൽട്ടന്റെ കുപ്പി 110 രൂപയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മിൽട്ടന്റെ കുപ്പി 110 രൂപ കൊടുത്ത് മേടിക്കും. അപ്പോൾ എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ആവും. അപ്പൊ നോക്കിക്കേ, ജസ്റ്റ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി ആക്ടിവിറ്റീസ്, ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ? ഈ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് മുതൽ എന്ത് തുടങ്ങിയിട്ടുണ്ട്? ഇൻഫ്രാ, HR, ടെക്നോളജി, പ്രൊക്യൂർമെന്റ്. അത് ത്രൂ ഔട്ടാണ്. കസ്റ്റമറിന് സർവീസ് തീരുന്ന വരെ ഈ 4 കാര്യവും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അല്ലാതെ കുറച്ച് സമയത്ത് മാത്രമല്ല, ത്രൂ ഔട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ? ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റീസോഴ്സ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊക്യൂർമെന്റ് ത്രൂ ഔട്ട് ദ ജേർണി. ഈ 4 കാര്യം നമുക്കവിടെ വേണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ കുപ്പി നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുക, നമുക്ക് കോസ്റ്റ് വെറും 50 രൂപയാ. വ്യത്യാസം എത്താ? 50 രൂപ. അതാണ് എന്ത്? നമ്മളുടെ മാർജിൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എനിക്ക് സ്പീഡ് കൂടുതലാണ് വർത്തമാനത്തിൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു എത്ര 0.5 0.9 ഇട്ട് കാണുക കേട്ടോ. സ്പീഡ് കുറയ്ക്കുക എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം സ്പീഡിൽ പോകുന്നതല്ല, പക്ഷെ എൻ്റെ വർത്തമാന ശൈലി അങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ നോർമലി ഒരു സ്പീഡുള്ള ഒരാളാണ്.